ആപ്കി അദാലത്തിൽ സെൻട്രൽ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം. ഇവരുടെ സർക്കാർ മുസ്ലിങ്ങളെ പേടിപ്പെടുത്തുന്നു. സ്മൃതി മാഡം, നിങ്ങൾ മൈനോറിറ്റി അഫെയർ മിനിസ്റ്ററാണ്. നിങ്ങൾ മന്ത്രിയായ ഉടൻ തന്നെ നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണം, നിങ്ങൾ സംഘപരിവാറിലെ ഒരു അംഗമാണ്, മാത്രമല്ല ഒരു പ്യൂർ ഹിന്ദുവിനെ മൈനോറിറ്റിയുടെ മിനിസ്റ്റർ ആക്കിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. അല്ല, ഞാൻ ബംഗാളിലായിരുന്നു. അവിടെ മമതാ ബാനർജിക്ക് മെജോറിറ്റി ഉണ്ടായിരുന്നു. എലക്ഷൻ നടക്കുന്ന സമയത്ത് അവർ ദുർഗാമന്ത്രം ജപിക്കുമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ മതം അറിയില്ലേ നിങ്ങൾക്ക്? ചേച്ചി അത് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സമ്മതിക്കുന്നില്ല? സെൻട്രലിൽ ഇതുവരെ മുസ്ലിംസ് ആണ് മൈനോറിറ്റിയുടെ മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, ജൈൻ, ബുദ്ധ, സിഖ്. ഞാൻ പാഴ്സി കുടുംബത്തിലെ മരുമകളാണ്. ഈ ലോകത്ത് തന്നെ പാഴ്സികൾ 55,000 പേരേ ഉള്ളൂ. നിങ്ങളാണ് വലിയൊരു മൈനോറിറ്റി. എന്നിരുന്നാലും ഞാൻ സന്തോഷവതിയാണ്. ഞാനുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ആൻ ഇന്ത്യൻ കനോട്ട് ബി എ മൈനോറിറ്റി ഇൻ ഹിസ് ഓർ ഹെർ ഓൺ കൺട്രി. ഇത് എന്റെ രാജ്യമാണ്. ഇതിൽ മെജോറിറ്റിയും ഇന്ത്യക്കാരാണ്. എന്നാൽ ഇവിടെ ഇന്ത്യക്കാരെ തന്നെ താഴ്ത്തിക്കെട്ടിയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? ഞാൻ എന്റെ നാടിന്റെ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോ IIT-യിലെ കൗൺസിൽ നടന്നിരുന്നു. അപ്പോ IIT കൗൺസിലിൽ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിട്ട് ഇന്ത്യയിൽ നിയമിച്ചിരുന്നു. അവരുടെ പേരാണ് ടെസി തോമസ്. അവരൊരു ക്രിസ്ത്യാനിയായിരുന്നതുകൊണ്ടല്ല അവരെ ആ സ്ഥാനത്തിരുത്തിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരു മിസൈൽ വുമൺ ആയിരുന്നു. അതിരിക്കട്ടെ, ഇവിടുത്തെ എത്ര ആളുകൾക്ക് ഡോക്ടർ കലാമിനെ ഇഷ്ടമാണ്? അദ്ദേഹത്തെ ആരാണ് പ്രസിഡന്റ് ആക്കിയത്? ഭാരതീയ ജനതാ പാർട്ടിയല്ലേ പ്രസിഡന്റ് ആക്കിയത്? എന്നെ കുറ്റം പറയുന്നു, ഞാനൊരു ഹിന്ദുവായിട്ട് കൂടി മൈനോറിറ്റി മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ആദ്യമൊക്കെ ഒരുപാട് മുസ്ലിമുകളല്ലേ ഉണ്ടായിരുന്നത്? അപ്പോ എല്ലാ ഓഫീസേഴ്സും മുസ്ലിമുകൾ തന്നെ വേണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആണോ? ഞാൻ ആരോപിക്കുന്നതല്ല, തൃണമൂൽ കോൺഗ്രസിലെ MP ആണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ മേഡം പതിഞ്ഞില്ലേ? എന്നാൽ ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഈ മെജോറിറ്റി മൈനോറിറ്റിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ എന്നോട് ചോദിച്ചിരുന്നു, എഴുത്തിലൂടെയാണെന്ന് മാത്രം. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചു. ഞാൻ മൈനോറിറ്റി അഫെയർ മിനിസ്റ്റർ പദവിയിലിരുന്ന് അദ്ദേഹത്തിന്റെ വയനാട് ലോക്സഭാ സ്ഥലത്ത് 295ഓളം പ്രോജക്റ്റുകൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, എന്റെ അധികാരപരിധിയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കാരണമാണോ? അദ്ദേഹം ഒരുപാട് കുഴപ്പത്തിലായിരുന്നു. കോർട്ടിലേക്ക് ജനയും അണിഞ്ഞോണ്ടാ പോയത്. എത്രമാത്രം കുഴപ്പത്തിലായിരുന്നു വെച്ചാൽ തന്റെ ഗോത്രം പോലും അറിയില്ലായിരുന്നു. എനിക്ക് പറഞ്ഞു വരികയാണെങ്കിൽ പാവം തോന്നും അദ്ദേഹത്തെ കണ്ട. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ ആരും എന്നോട് ജാതിയോ ഗോത്രമോ ചോദിച്ചതില്ല. അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി മാത്രം എന്തിനാ ഈ ഹിന്ദുവേഷം അണിയുന്നത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, ആരെങ്കിലും ആധാരം ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. അദ്ദേഹം ഈ ധർമ്മത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ OVC സാറിനോടും പറയേണ്ടി വരും. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജ്യം മുഴുവൻ ഒരു ഹേറ്റ് ക്രൈം നടക്കുന്നുണ്ടെന്ന്. താടിയും തൊപ്പിയും വെച്ചവരെ കണ്ട ജനക്കൂട്ടം ആക്രമിക്കുന്നു എന്ന്. OICയെ പറ്റി പറയുകയാണെങ്കിൽ അവർ എന്നെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. സ്കോളർഷിപ്പ് നിർത്തിയിരുന്നത്രേ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ? എഡ്യൂക്കേഷൻ തന്നെ ഫ്രീ ആകുമ്പോൾ സ്കോളർഷിപ്പ് എങ്ങനെയാ വരിക? ഇവിടെ വിദ്യാർത്ഥികളുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസിന്റെ പീരിയഡിൽ അപ്പീസ് എന്ന പേരിൽ മൈനോറിറ്റി സെക്ഷന് വേണ്ടി 1 മുതൽ 8 വരെ സ്കോളർഷിപ്പ് നൽകിയിരുന്നു. 1 മുതൽ 8 വരെ. അതിന്റെ ആവശ്യമില്ല, എഡ്യൂക്കേഷൻ തന്നെ ഫ്രീയാ. ഞാൻ എന്താ പറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ കിട്ടുന്നത്. അതിനാണ് എന്നെ മൈനോറിറ്റിയുടെ ശത്രു എന്ന് വിളിച്ചത്. നിങ്ങൾ അവരുടെ 40% ബഡ്ജറ്റ് കുറച്ചു എന്ന് പറയുന്നു. സർ, ഞാനൊരു 40% തരാം, പക്ഷെ നിങ്ങളത് ചെലവാക്കിയില്ലല്ലോ. ചെലവാക്കാൻ വഴിയില്ലാത്തപ്പോൾ ഞാൻ അത് എന്തിനാ നിങ്ങൾക്ക് നൽകുന്നത്? ഇത് ജനങ്ങളുടെ പണമാണ് സർ. ജനങ്ങളുടെ പണം കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അത് കൊടുത്തു വേണം ഞാൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ?
ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് 150-ൽ കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവും, അതുപോലെ 150-ൽ കൂടുതൽ മെഡിക്കൽ കോളേജുകളും ഉണ്ടാവും. അതിലൊക്കെ ഏതെങ്കിലും പ്രത്യേക മതത്തിലുള്ളവരെ പഠിക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരോ തൃണമൂൽ കോൺഗ്രസിലുള്ളവരോ എപ്പോഴും ഈ കുറ്റം ആരോപിക്കുന്നത് എന്തിനാണെന്നറിയോ? കാരണം അവര് ഡിവൈഡ് ആൻഡ് റൂളിലാണ് ഭരണം നടത്തുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ, ഖഡ്ഗെ സാറിന് ഒരുപാട് പദവികൾ എടുത്ത് തലയിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാടിന്റെ രാഷ്ട്രീയ രീതിയായിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ രാഷ്ട്രീയം നടത്താൻ വേണ്ടി ആ ഒരു കുടുംബം തന്നെ നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു. ഈ കുറ്റം ഞാൻ നേരിട്ട് ആരോപിക്കുന്നു. മതത്തിന്റെ പേരിൽ ഈ നാടിനെ തന്നെ വിഭജിച്ചിരിക്കുന്നു. ഖാർഗെ സാറിനോട് പോയി പറയേ, ഓരോ സ്ഥലവും സന്ദർശിക്കാൻ പറ, പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ പറ. അദ്ദേഹത്തോട് ജനങ്ങളുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കാൻ പറ. ഈ നാടിനെ ഞങ്ങൾ മതത്തിന്റെ പേരിൽ വിഭജിച്ചു, നാടിനെ രണ്ടാക്കി. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഒരേ കുടുംബത്തിലുള്ളവർ ഇവിടെ PM ആകാൻ പറ്റൂ. ഇത് പറഞ്ഞ് മാപ്പപേക്ഷിക്കൂ അദ്ദേഹം. ഈ ഒരു കാര്യം ഒരിക്കലും പറയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ PM ആദ്യം മുസ്ലിംസിനെ രാഹുൽ ഗാന്ധി. സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ആയിട്ടാണ് കാണുന്നതെന്ന്. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ രാഷ്ട്രീയം കളിക്കുന്ന. ഈ നാട് വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോ ആരാ അത് ചെയ്തത്? കോൺഗ്രസുകാരല്ലേ വിഭജിച്ചത്? ഈ കോൺഗ്രസുകാരാണ് എപ്പോഴും ഹിന്ദുസിനെ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുക. മാത്രമല്ല, അവർ ഹിന്ദുസിനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാ കാണുന്നതും. മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ എത്രത്തോളം വിഭവങ്ങളുണ്ടോ അതിലൊന്നും നാടിന് യാതൊരു അവകാശവുമില്ലെന്ന്. ഒരു പ്രത്യേക സമുദായത്തിനാണ് അവകാശം. അപ്പൊ ഇത് രാഷ്ട്രീയ വിഭജനമല്ലേ? സ്മൃതി മാഡം, ഇപ്പോഴെല്ലാം ഒവൈസി സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മുസ്ലിംസ് എല്ലാവരും ജയിലിലുള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന്. അവരുടെ ജീവിതം നരകമായി മാറിയെന്ന്. മുസ്ലിംസിന്റെ പ്രോപ്പർട്ടീസ് ബുൾഡോസർ വെച്ച് ഇടിക്കുന്നുവെന്നും മദ്രസകളിൽ റെയ്ഡ് നടക്കുന്നു എന്ന്. മദ്രസയുടെ റെയ്ഡിനെ പറ്റി നിങ്ങളിപ്പോ പറഞ്ഞില്ലേ? ഒരു നാട്ടിൽ നിയമം സമാധാനപരമായി നടപ്പിലാക്കാൻ വേണ്ടിയല്ലേ ഒരു ആക്ഷൻ എല്ലാവരും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാൻ പാടില്ല. എങ്കിലും ഞാനിപ്പോ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ആപ്കി അദാലത്തിൽ യോഗി സാർ ഒരു പ്രാവശ്യം വന്നിരുന്നില്ലേ? ഇവിടെ ഇരിക്കുന്നവർ ഏതൊക്കെ മതത്തിലുള്ളവരാണെന്ന് എനിക്ക് അറിയില്ല, സോറി. മാത്രമല്ല, ഇതിൽ ആരൊക്കെയാണ് മൈനോറിറ്റി സെക്ഷനിലുള്ളവരെന്നും ഞാൻ ചോദിക്കില്ല. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ മൈനോറിറ്റിയിലുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. എന്താ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ നാട് ജയിലു പോലെയാണോ തോന്നുന്നത്? OSC സാറ് ഇതുപോലെയൊക്കെ കുറ്റാരോപണം നടത്തുന്നുണ്ടല്ലോ. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി സാറിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക എന്നതാണ്. രാഹുൽ ഗാന്ധി ജമ്മുവിലേക്ക് പോയി. എന്റെ അറിവിൽ ജനുവരി അവസാനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഉണ്ടല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു, നിങ്ങളത് വായിച്ചു നോക്കണം. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ സാഹചര്യം ശരിയല്ലെന്ന് മീഡിയക്കാർ പറയുന്നു, ജനങ്ങൾ തമ്മിൽ തല്ലി ചാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ സ്ഥലവും ചുറ്റിക്കണ്ടു, എന്നാൽ ഒരാളുപോലും എന്റെ അടുത്ത് വന്ന് ഒരു പരാതിയും പറഞ്ഞില്ല. എല്ലാ സ്ഥലത്തും നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് OSC സർ, താങ്കൾ എന്നെ വിശ്വസിക്കണ്ട, രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചോളൂ. അതിരിക്കട്ടെ, ഈ മൈനോറിറ്റി ജനങ്ങളുടെ അടുത്ത്, അതായത് ഇവിടെയുള്ള സ്ത്രീകളോട് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ അവരെല്ലാം സേഫാണ്, എങ്ങോട്ടും പോകേണ്ട വീണ്ടും ആവശ്യമില്ല പറയുന്നു. എന്ന്? എവിടെ പേടിക്കേണ്ട കാര്യമില്ലയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അതായത് പുലി വരുന്നു എന്നൊരു കഥ പറയില്ലേ, അതാണിന്ന് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. പുലി വരുന്നെന്നും പറഞ്ഞു ഒച്ച വയ്ക്കുന്നത് കാരണമാണ് എല്ലാ സ്ഥലത്തും അവർ തോൽക്കുന്നത്. കാരണം ഭീഷണിപ്പെടുത്തിയാണ് രാഷ്ട്രീയം കളിക്കുന്നത്. ഞങ്ങൾ നാടിന്റെ വളർച്ചയെക്കാട്ടി രാഷ്ട്രീയം കളിക്കുന്നു. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്മൃതി മാഡത്തിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ TV ചാനലിലും അതുപോലെ മീഡിയയിലും ഒക്കെ കാണാറുണ്ട്, പല ലീഡേഴ്സും അമ്പലത്തിൽ പോകാറുണ്ട്, അതുപോലെ പൂജകൾ നടത്താറുണ്ട്. പെട്ടെന്ന് ഇങ്ങനെയുള്ള മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയില്ല. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞു വരികയാണെങ്കിൽ കോൺഗ്രസുകാരാണ് ഈ കളി ഒരുപാട് കളിക്കുന്നത്. 2019 എലക്ഷൻ നടന്നപ്പോ റോഡിൽ വെച്ച് നിസ്കരിച്ചു. കൂടാതെ വിധാൻസഭയുടെ ഇലക്ഷൻ നടന്നപ്പോ അമ്പലത്തിൽ പോയി മണിയടിച്ചിരിക്കുന്നു. നിങ്ങള് മതത്തിന്റെ പേരിൽ സംസാരിക്കണമെങ്കിൽ ഇസ്ലാം മതത്തിൽ രൂപ വഴിപാടുകളില്ല. ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു. അതായത് ആരൊക്കെയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയം അഡ്വഞ്ചറസ് ചെയ്യുന്നത്, നിങ്ങൾ രാഷ്ട്രീയത്തെ കളിയാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല.
എന്നാൽ മതത്തെ കളിയാക്കാൻ പാടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. എന്നാൽ ഞാൻ ഏത് ഗോത്രത്തിൽ ജനിച്ചതാണെന്ന് നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഗോത്രം ഏതാണെന്ന് ചോദിച്ചു നോക്കൂ, 4-5 പേരെങ്കിലും പറയുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ചോദ്യം വളരെ നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി? ഇതെങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെയാണോ നമ്മൾ പറഞ്ഞത് 3 കോടി ജനങ്ങൾക്ക് വീട് നൽകണമെന്ന്, അപ്പോൾ അവർ മതത്തെപ്പറ്റി പറയും. എപ്പോഴാണോ ഞങ്ങൾ 10 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് നൽകിയെന്ന് പറഞ്ഞത്, അപ്പോഴും മതത്തെപ്പറ്റി പറഞ്ഞു. മാത്രമല്ല, എപ്പോഴൊക്കെ ഞങ്ങൾ 11 കോടി സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞുവോ, അവിടെയും മതത്തെപ്പറ്റി പറയും. ഞങ്ങൾ മുദ്രാ യോജന ലോൺ 32 കോടി ജനങ്ങൾക്ക് കൊടുത്തെന്ന് പറയുമ്പോഴും അപ്പോഴും അവർ മതത്തെപ്പറ്റി പറയും. എന്നാൽ ഇവർ തന്നെ വിദേശത്തു പോയി നമ്മളെപ്പറ്റി സംസാരിച്ചപ്പോൾ മതത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് ജനോയി അണിഞ്ഞു പോയിരിക്കുന്നു. അവരുടെ മതത്തെപ്പറ്റി പാവം അവർക്കൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ഞാൻ ജീവിക്കുന്ന ഭൂമിയാണ് എനിക്ക് സ്വർഗമെന്ന് പറഞ്ഞു. അതും എപ്പോഴാണ് പറഞ്ഞത്? ശ്രീലങ്ക അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയപ്പോൾ. എനിക്കിതൊന്നും വേണ്ട, എന്റെ മാതൃരാജ്യം എനിക്ക് സ്വർഗത്തേക്കാൾ ഉയർന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇവരെ ഹിന്ദുവിന്റെ വേഷം ധരിക്കുന്നില്ലേ? ഇവരോട് ശ്രീരാമന്റെ ചെറിയ ചെറിയ മന്ത്രങ്ങൾ ഹൃദിസ്ഥമാക്കാൻ പറ. എങ്കിലേ ലണ്ടനിൽ പോയി നമ്മുടെ നാടിനെപ്പറ്റി കുറ്റം പറയാതിരിക്കൂ. ഇപ്പോ റോബർട്ട് വാദ്രയും ശ്രീരാമൻ അവരും അമ്പലത്തിലേക്ക് പറയുന്നുണ്ടോ? ഡൊണേഷൻ നൽകിയിട്ടുണ്ട്. നൽകിയിരുന്നോ? അതെ, അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹത്തിനൊരു കാര്യം അറിയില്ല. പാപക്കറ പുരണ്ട പണം ദൈവത്തിന്റെ കണക്കിൽ പോയി ചേരില്ല. ജനങ്ങളെല്ലാവരും ടിവിയിൽ മെഹ്ബൂബ മുക്തി ശിവന്റെ അമ്പലത്തിൽ പോയി മാല ചാർത്തിയത് കണ്ടു. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, ഇവിടെ എന്ത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത് എന്ന്. പറയുമല്ലോ, മോദിയുണ്ടെങ്കിൽ